ഞാനാണോ തെറ്റിച്ചത്? നിങ്ങൾ എന്താണ് പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞത്? നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞതെന്താ? ഞാൻ സമസ്തന്റെ ആലിമീങ്ങളൊക്കെ മൂരിന്ന് വിളിച്ചു, കാളാന്ന് വിളിച്ചു, അല്ലേ? ഭ്രാന്തന്മാരാക്കിയെന്നല്ലേ? നിങ്ങൾ എന്താ എഴുതിയത്? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? നിങ്ങളുടെ സംസ്കാരമൊന്ന് ഈ നാട്ടിലെ ഈ ഭാഗം ആളുകളൊന്ന് കേൾക്കട്ടെ, ഇവിടുത്തെ സമസ്തക്കാരൊന്ന് അറിയട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഒന്ന് 4 ദിവസം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ഞങ്ങളാളാന്ന് പറഞ്ഞില്ലേ, അത് പേരോടനെ നാദാപുരത്തുകാരുടെ സ്വഭാവം അറിയാ. ആ രൂപത്തിൽ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് ഇവിടെ വന്നപ്പോ ഒന്ന് മയക്കി സംസാരിക്കുക. എന്താ പൊട്ടന്മാർ അവിടെയുള്ള ആളുകളൊക്കെ? നിങ്ങളെ തിരിയൂലേ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ? നിങ്ങളെ തനിതരം അറിയൂലേ? നിങ്ങളൊരു പുതിയ ഒരു മൂടുപടം വെച്ചുകൊണ്ട് ഇവിടെ ഒന്ന് പ്രസംഗിക്കേ. നിങ്ങൾ ആ മൂടുപടം വലിച്ചു കീറാൻ പോവുകയാണ്. നിങ്ങൾ എന്താണ് മറ്റേ വിഭാഗം പണ്ഡിതന്മാരെ കുറിച്ച് എഴുതിയത്? ഞാനൊന്ന് കേൾപ്പിക്കാം, ശ്രദ്ധിച്ചു കേട്ടോ. സുന്നി വോയിസിലാണ് എഴുതിയത് കേട്ടോ. സുന്നി വോയിസിൽ എഴുതിയത് കൃത്യമായി തന്നെ എടുത്തുദ്ധരിക്കാണ്. സത്യധാര എന്ന് പറയുന്ന മറുപക്ഷത്ത് വിഭാഗത്തിന്റെ ആളുകളുടെ മാസിക സങ്കടത്തോടുകൂടി അവരെഴുതുകയാണ്. പെരും നുണ കാച്ചുന്ന പെരുച്ചാഴികൾ. നല്ല വർത്താന. ആര്? മുജാഹിദീങ്ങളല്ല, ശംസുൽ ഉലമാ എന്ന് പേര് പറയുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാരും കണ്ണിയത്തുമൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന സമസ്തയെ പറ്റി എഴുതിയതാ. ഇവിടെ കണ്ണിയത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്തേരുന്നു വലിയ ബഹുമാനം. കണ്ണിയത്തിന് ഉപ്പും ചാക്കിന് ആക്ഷേപിച്ചവരല്ലേ നിങ്ങൾ? അത്തും കുത്തും പറയുന്ന ആളാണ് ആക്ഷേപിച്ചവരല്ലേ നിങ്ങൾ? ശംസുൽ ഉലമയെ ശംസുൽ ഒലക്ക എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? അല്ലേ? ജനറൽ മുനാഫിക്ക് എന്ന് എഴുതിയവരല്ലേ നിങ്ങൾ? മലപ്പുറം ജില്ല മൊത്തത്തിൽ ജാമൂസുകളുടെ ജില്ലയാണെന്ന് എഴുതിയവരല്ലേ നിങ്ങൾ? എന്താ ജാമൂസ് എന്ന് പറഞ്ഞാൽ പോത്ത് എന്നല്ലേ? നിങ്ങൾ ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കണോ? ഞങ്ങളാണോ നിങ്ങളെ കാളകളാക്കിയത്? ഞങ്ങളാണോ വിഘടിത മൂരിയിൽ എഴുതിയത്? കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. ഇത് വായിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിങ്ങൾ 4 ദിവസം ഇവിടെ വന്നിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ നിങ്ങൾ ലോകമാകെ CD വെച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട്. കേൾക്കട്ടെ ജനങ്ങൾ നിങ്ങളുടെ സംസ്കാരം, മനസ്സിലാക്കട്ടെ ആളുകൾ നിങ്ങളുടെ കാഴ്ചപ്പാട്. കേട്ടോളൂ. പെരും നുണ കാച്ചുന്ന പെരിച്ചാഴികൾ, സത്യത്തിന്റെ കണികലവലേശം കണി കാണാൻ കഴിയാത്ത കുരുട്ടു ബുദ്ധികൾ, മതത്തിന്റെ മഹനീയ ആദർശങ്ങളെ പച്ചയായി നിന്ന് വ്യഭിചരിച്ച സമാന്തര സന്തതികൾ. നല്ല വാക്കുകളല്ലേ? സർവ തോന്യാസങ്ങൾക്കും കുടപിടിക്കുന്ന മുട്ടാളവർഗം, ഛർദിച്ചത് പച്ചയോടെ വിഴുങ്ങാൻ അറപ്പും ഉളുപ്പുമില്ലാത്ത 8 മമ്മൂഞ്ഞുകൾ. സമൂഹത്തിൽ ഇത്തരം മുട്ടാളവർഗത്തിന്റെ വളർച്ച കമ്മ്യൂണിസ്റ്റ് അപ്പ പോലെ വേര് പിടിച്ചിരിക്കുന്നു. ഒരിക്കലും തടുക്കാനോ നിയന്ത്രിക്കാനോ കഴിയാത്ത വിധം വിപത്ത് സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നു. മഹിതമെന്നും മഹത്വമെന്നും കരുതി മുസ്ലിം ലോകം ആദരിച്ച, അനുഭവിച്ച, അനുഷ്ഠിച്ച, അംഗീകരിച്ച സർവമൂല്യങ്ങളെയും തകർത്താണ് ഈ മണ്ടപ്പരീക്ഷകളുടെ എഴുന്നള്ളത്ത്. ഇനി കേട്ടോ, പബ്ലിസിറ്റിക്ക് വേണ്ടി വേശ്യയെപ്പോലും നാണിപ്പിക്കും വിധം ചാരിത്ര്യം പ്രസംഗിക്കുന്നവർ, മുഴുക്കുടിയന്മാരെ പിന്നിലാക്കും വിധം ആട്ടം കൊള്ളുന്നവർ, അസൂയയുടെ, അഹന്തയുടെ, നൈരാശ്യത്തിന്റെ, അസഹിഷ്ണുതയുടെ സമാന്തരികൾ, ആണും പെണ്ണും തിരിച്ചറിയാത്ത മൂരാറ്റികൾ, മതത്തിന്റെ പേരിൽ ബുദ്ധിജീവി നാട്യം കെട്ടുന്ന അഭിനേത്രികൾ, പ്രസ്ഥാനത്തിന്റെ പേരിൽ പിടിച്ചു തൂങ്ങാൻ വ്രതാശ്രമിക്കുന്ന വവ്വാലുകൾ, സുന്നിസത്തിലെ ഇത്തിക്കണ്ണികൾ. കിട്ടില്ലേ? മദ്ഹ അല്ലേ? ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിം, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ എന്ന് ഇവിടുന്ന് ടക്കടക്ക് കാപ്പറ്റ്യം കയറിഞ്ഞില്ലേ? അന്ത്രു കയറിഞ്ഞില്ലേ? ആ വിഭാഗത്തെ അല്ലേ കണ്ണിയത്ത് എന്ന് പറയുമ്പോൾക്ക് നിങ്ങൾ അല്ലാഹു അദ്ദേഹത്തെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാകട്ടെ ഇവിടെ ഇങ്ങനെ വലിയ സ്നേഹം അഭിനയിച്ചിരുന്നില്ലേ? കാപ്പറ്റ്യല്ലേ അത്? അല്ലേ? നിങ്ങൾ ഇപ്പോഴും പറയണം എന്താണ്? കാളസമസ്ത നിങ്ങൾ പറയല് എന്താണ്? ഇപ്പോഴത്തെ സമസ്തന്റെ പ്രസിഡന്റ് കാളമ്പാടിയാണ്. കാളമ്പാടി മുസ്ലിയാർ നേതൃത്വം നൽകുന്ന കാളസമസ്ത എന്നല്ലേ നിങ്ങൾ പറയാല്? ഞാൻ അവിടുന്ന് കാളാന്ന് വെച്ച് ഈ കാപ്പറ്റ്യം നിർത്തണം. ആദ്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ഇനിയും കേട്ടോ, നിങ്ങളുടെ മാസികയിൽ കേട്ടോ, എന്താ കേട്ടോളൂ, വിഘടിത മൂരികൾക്ക് പിടിച്ചിരിക്കുന്നത് സാക്ഷാൽ ഭ്രാന്താണ്. ആരാ മൂരി? ഊളംപാറയിലും കുതിരവട്ടത്തും പോയി ചികിത്സിച്ചാലും മാറാത്ത മുഴുവട്ട്, വായിൽ വന്നത് വിളിച്ചു കൂവുകയും മനസ്സിൽ തോന്നിയത് എഴുതി വിടുകയും ചെയ്യുന്ന സാക്ഷാൽ മൂച്ചി പിരാന്ത്. സമസ്താലയം എന്ന ബോർഡ് മാറ്റി ഭ്രാന്താലയം എന്ന ബോർഡ് വെക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മുക്കം മൂരിക്ക് പണ്ട് ഭ്രാന്തിളകിയത് വിഘടിത ചിന്തയിലൂടെ നാം വായിച്ചു. മൂപ്പരുടെ അസുഖം, ഇത് മുക്കത്തിലുള്ള ഒരു മുസ്ലിയാരെ പറ്റി എഴുതിട്ടോ, മുക്കം മൂരി
മൂപ്പരുടെ അസുഖം ഗർഭം അലസിയതോടെ ഏറെ കുറെ ശ്രമിച്ചെങ്കിലും വിഘടിത ഭ്രാന്താലയത്തിൽ മാനസിക രോഗമുള്ളവർക്ക് യാതൊരു പഞ്ചവുമില്ലെന്നാണ് ഏറ്റവും പുതിയ അറിവ്. അവസാനം കേട്ടോളൂ, തല നരച്ച വയസ്സൻ മൂരികൾ നടത്തുന്ന വാറോലകൾ ഒരാവർത്തി മറിച്ചു നോക്കിയാൽ മതി. തല നരച്ച വയസ്സൻ മൂരീൻ ഇതാരെ പറ്റിയാ? മറുപക്ഷത്തുള്ള വിഭാഗത്തെപ്പറ്റി. ഇതാ പറഞ്ഞതെന്ത്? തമ്മിൽ തെറ്റിയോ തെറി വിളിക്കും. ഇത് ഞങ്ങളുടെ സ്വഭാവമല്ല, അങ്ങോട്ടാണ് ചേരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി